ഹൈ ബ്ലഡ് പ്രഷർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം പ്രായം കൂടുതലുള്ള ആൾക്കാരാണ്. എന്നാൽ ഒരു ഡോക്ടർ എന്നതിൽ ഉപരി ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഇന്ന് വളരെ ഗൗരവത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർ ടെൻഷൻ ഇൻ ചിൽഡ്രൻ, അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്ത്യയിൽ സ്കൂളുകളിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് കുട്ടികളിൽ 7 മുതൽ 9% വരെ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കുന്ന പ്രീ ഹൈപ്പർ ടെൻഷനോ ഉണ്ടാവാന്നുള്ളതാണ്. അതായത് 100 കുട്ടികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 കുട്ടികൾക്കും ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ചെറിയ കണക്കല്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നത്? ഇതെങ്ങനെ തടയാൻ സാധിക്കും? ഇതാണ് ഈ വീഡിയോയുടെ വിഷയം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഡോഫുഡിയിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുതിർന്ന ആൾക്കാരുടെ ബ്ലഡ് പ്രഷർ പോലെയല്ല കുട്ടികളുടെ ബ്ലഡ് പ്രഷർ. അഡൽട്സിന്റെ നോർമൽ ബ്ലഡ് പ്രഷർ 120/80 ആണെന്നുള്ളത് നമുക്ക് അധികം ആൾക്കാർക്കും അറിയാം. ഇതേപോലെ 2 വാല്യൂസ് കുട്ടികൾക്കും ഉണ്ടാവും, പക്ഷേ റേഞ്ചിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കുട്ടികളിലുള്ള നോർമൽ ബ്ലഡ് പ്രഷർ തീരുമാനിക്കുന്നത് അവരുടെ പ്രായം, ഉയരം, വെയിറ്റ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കുട്ടികളിലെ ബ്ലഡ് പ്രഷർ നോക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് ബ്ലഡ് പ്രഷർ നോക്കുന്ന സമയത്ത് മുതിർന്നവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ബ്ലഡ് പ്രഷറിന്റെ കഫ് അതല്ല ഉപയോഗിക്കേണ്ടത്. കുട്ടികളുടെ കൈയിൻ്റെ വണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൈയിൻ്റെ വണ്ണത്തിനനുസരിച്ചുള്ള ചെറിയ വണ്ണം കുറഞ്ഞ് ബ്ലഡ് പ്രഷറിന്റെ കഫ് തന്നെ ഉപയോഗിക്കണം. ഇതിനെ പീഡിയാട്രിക് കഫ് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, കുട്ടികൾ കളിച്ച ഉടനെ അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ബ്ലഡ് പ്രഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റീഡിങ്ങും നമുക്ക് കിട്ടില്ല. അവർ ശാന്തമായിരിക്കുന്ന സമയത്ത് വേണം ബ്ലഡ് പ്രഷർ നോക്കാൻ. ഇനി കുട്ടികൾക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് പ്രധാനമായി 2 രീതിയിൽ തരംതിരിക്കാം. ചെറിയ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള കാരണം പ്രധാനമായിട്ടും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളോ ആയിരിക്കാം. ഇതിനെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് മറ്റു തരത്തിലുള്ള അസുഖങ്ങളുടെ ഭാഗമായി ബ്ലഡ് പ്രഷർ കൂടുന്ന ഒരവസ്ഥയാണിത്. എന്നാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അല്ല. ഇവർക്ക് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അമിതവണ്ണം, തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി, എക്സസൈസ് ഇല്ലാത്ത ഒരു ജീവിതശൈലി, ഇതെല്ലാമാണ്. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പ്രൈമറി ഹൈപ്പർ ടെൻഷനെയാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ചില തെറ്റുകൾ വരുന്നത് കാരണമാണ് അവരുടെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നത്. പലരും വിചാരിക്കുന്നത് വീട്ടിൽ കറിയിലിടുന്ന ഉപ്പാണ് പ്രധാന വില്ലൻ എന്നാണ്. എന്നാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പല്ല കുട്ടികൾക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള പ്രധാന കാരണം. മറിച്ച് പാക്കറ്റ് ഫുഡിൽ ഒളിഞ്ഞിരിക്കുന്ന സോഡിയമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം ഇതാണ്. പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ, ചിപ്സ്, ബിസ്ക്കറ്റ്, ലേസ്, ബേക്കറി ഐറ്റംസ്, ഇതൊന്നും വീട്ടിൽ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാതിരിക്കുക. നിങ്ങളത് വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് എടുത്ത് കഴിക്കുന്നതിന് അവരെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതുപോലെ ഉപ്പിൻ്റെ അളവ് കൂടി നിൽക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന ഭക്ഷണമാണ്. അധിക വീടുകളിലും ഇപ്പോൾ വീക്കെൻഡിൽ പുറത്തു പോയി കഴിക്കുക എന്ന് പറയുന്നത് ഒരു നോർമൽ ബിഹേവിയർ ആണ്. 5 ദിവസം വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് 6-ാമത്തെയും 7-ാമത്തെയും ദിവസം റെസ്റ്റോറൻറ്റ് ഫുഡ്. പക്ഷേ റെസ്റ്റോറൻറ്റ് ഫുഡിൽ രുചി മാത്രമല്ല കൂടുന്നത്, ഉപ്പിൻ്റെ അളവും കൂടുന്നുണ്ട്. ഇങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും പാർസൽ വാങ്ങിക്കുന്നതും മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമാക്കി ചുരുക്കാൻ ശ്രമിക്കുക. ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന മധുരമുള്ള പലഹാരങ്ങളിൽ പോലും ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. ഇനി കുട്ടികൾക്ക് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുതിർന്നവരെ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെയല്ല. ഭൂരിഭാഗം കുട്ടികൾക്കും മരുന്നിൻ്റെ ആവശ്യമില്ല. കുട്ടികളെ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും പുറത്തു പോയി കളിക്കാൻ അനുവദിക്കുക. നിങ്ങൾക്കും കുട്ടികളുടെ കൂടെ കളിക്കാവുന്നതാണ്. നിങ്ങൾക്കും അതൊരു നല്ല എക്സസൈസായി മാറ്റാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലും ചില ചോയ്സസ് പാരൻസ് ആണ് എടുക്കേണ്ടത്. വീട്ടിലുണ്ടാക്കുന്ന തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. അത് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, വെജിറ്റബിൾസ് ഉപയോഗിക്കാം. വീട്ടിൽ നിന്ന് നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഉപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നം വരുന്നില്ല. പക്ഷേ പുറത്തുനിന്ന് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം വീട്ടിൽ സ്റ്റോർ ചെയ്യാതിരിക്കുക. ഇനി ഓൾറെഡി ഒരു കുട്ടിക്ക് ഹൈ ബ്ലഡ് പ്രഷർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടുതൽ പേടിപ്പിക്കരുത്. നിനക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണ്, നിനക്ക് ഹാർട്ട് ഡിസീസസ് വരും, കിഡ്നി അടിച്ചു പോകും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് കുട്ടികളെ കൂടുതൽ പേടിപ്പിക്കരുത്. ഇതിന് പകരം അവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഗോളാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെയുള്ള ഭക്ഷണശീലങ്ങളാണ് ഇങ്ങനെ ബ്ലഡ് പ്രഷർ കൂടാൻ കാരണമെന്നുള്ളത് കുട്ടികൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഇനി മുതൽ നമ്മൾ കുറച്ചും കൂടിയും ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് ആണ് പാലിക്കാൻ പോകുന്നതെന്നുള്ള തീരുമാനം എടുക്കുക. അത് കുട്ടികൾക്ക് മാത്രമല്ല,
നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കുക. ഇനി സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ കാരണമാണ് കുട്ടികളിൽ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ കാരണത്തിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. ഇതിനുവേണ്ടി നിങ്ങൾ ഡോക്ടറെ കാണേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുട്ടികളുടെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതെന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു വിഷയമല്ല, മറിച്ച് കുട്ടികളുടെയും നമ്മളുടെയും ജീവിതശൈലി മാറ്റാൻ സമയമായി എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിലോ BP കൂടുതലാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലോ സ്വയം ചികിത്സിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു ശിശുരോഗ വിദഗ്ധനെ കാണുന്നതാണ് നല്ലത്. ഇതിനായി നിങ്ങൾ അവധി എടുക്കുകയോ ഒരു ഹോസ്പിറ്റലിൽ പോയി ലൈനിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. DoFoodie.com സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കും കുട്ടികൾക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻസിനോട് സംസാരിക്കാവുന്നതാണ്. കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുന്നത് പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മളുടെ കൈകളിലാണ്. അവർക്ക് നല്ലൊരു ഭാവി നൽകാൻ മാറ്റങ്ങൾ നമുക്ക് ഇന്ന് തന്നെ ആരംഭിക്കാം. കുട്ടികളുടെ ആരോഗ്യത്തിനെ കുറിച്ച് ഈ ചാനലിൽ മുമ്പേ പബ്ലിഷ് ചെയ്തുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി. ടേക്ക് കെയർ. ബൈ.